ഇറാൻ അമേരിക്ക യുദ്ധം അവസാനിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കിതിൽ നിന്നും, ലോകത്തിന് ഇതിൽ നിന്നും പഠിക്കാനുള്ളത്? അത് വളരെ നിർണായകമാകും എന്ന് ഞാൻ കരുതുന്നതുകൊണ്ട് ഒരു പ്രത്യേക എപ്പിസോഡിൽ വാട്ട് ആർ ദ ലെസൺസ് ദ വേൾഡ് ലേൺഡ്, വാട്ട് ആർ ദ ലെസൺസ് ദി ഗൾഫ് കൺട്രീസ് ലേൺഡ് ഫ്രം ദിസ് സ്റ്റാൻഡ് ഓഫ്, ഇത് കുറച്ച് താത്വികമായും ലേശം ശാസ്ത്രീയമായും ഒബ്സർവേഷൻ്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യാമെന്നാണ് കരുതുന്നത്. അപ്പോൾ മലയാളത്തിലൊരു ആലങ്കാരികമായി പറയുന്ന ഒരു പ്രയോഗമുണ്ട്, പിടിച്ചു ഞാൻ അവൻ എന്നെ കെട്ടി. ഇപ്പോൾ ഒരു കള്ളനെ പിടിക്കാൻ ഓടുകയാണ്, അവനെ പിടിച്ചില്ല എന്ന മട്ടിലായി. അവസാനം പിടിവലിയെല്ലാം കഴിഞ്ഞപ്പോൾ പിടിക്കാൻ ഓടിയവനെ പിടിക്കപ്പെടും എന്ന് പറഞ്ഞിരുന്നയാൾ, പിടിച്ചവൻ എന്നെ കെട്ടി, ഞാനൊരുത്തൻ്റെ പുറകെ ഓടുകയാണ്, എന്നെ തന്നെ അവൻ വരിഞ്ഞ് മുറുക്കി കെട്ടിയിട്ടു എന്നിട്ട് കടന്നു കളഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ആയോ അമേരിക്ക ഇറാൻ സ്റ്റാൻഡ് ഓഫ്? ഇവിടെ പഠിക്കേണ്ട പാഠങ്ങൾ, ലോകത്തൊരു ശക്തിക്കും, അത് അമേരിക്ക എന്നല്ല, ലോകത്തൊരു ശക്തിക്കും എത്ര കുഞ്ഞൻ രാജ്യത്തെയും വില കുറച്ച് കാണാനാവില്ല, സൈനികമായി പരാജയപ്പെടുത്താൻ ആവില്ല. അതാണ് ഒരു പാഠം. എന്തായിരുന്നു അമേരിക്ക പറഞ്ഞിരുന്നത്? ഫെബ്രുവരി 28 ഇറാനിൽ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ, അതിഗംഭീരമായ ആക്രമണമാണ് അഴിച്ചുവിട്ടത്. ആദ്യ ദിവസം തന്നെ 48 ഉന്നത നേതാക്കളെ വധിക്കാൻ കഴിഞ്ഞു. അതോടെ യുദ്ധം ജയിച്ചു കഴിഞ്ഞു എന്ന രീതിയിലായിരുന്നു സംസാരം. പക്ഷേ നീണ്ടുപോയി യുദ്ധം. ആഴ്ചകളല്ല, മാസങ്ങൾ നീണ്ടുപോയി. റെജീം ചേഞ്ചിന് വേണ്ടിയായിരുന്നു യുദ്ധം എന്നാണ് പൊതുവെ പറയപ്പെട്ടിരുന്നത്. ഇറാൻ്റെ ഭരണകൂടം, അയത്തുള്ള അലി ഖമനേയി നയിക്കുന്ന ഒരു ക്രമം മാറിയേ തീരൂ, IRGC മാറിയേ തീരൂ. എന്നിട്ട് മാറിയോ? അയത്തുള്ള അലി ഖമേനി വധിക്കപ്പെട്ടു ആദ്യ മണിക്കൂറിൽ തന്നെ. പക്ഷേ അയത്തുള്ള മുജ്തബ ഖുമേനി ചുമതല ഏറ്റെടുത്തു. ഇറാൻ പ്രതിരോധിച്ചു നിന്നു. പ്രതിരോധിക്കുക മാത്രമല്ല, പ്രത്യാക്രമണവും നടത്തി. വലിയ നാശനഷ്ടങ്ങളുണ്ടായി രണ്ടു ഭാഗത്തും. യുദ്ധം ഉദ്ദേശിക്കുന്നത് പോലെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത് 2-3 ദിവസത്തിനുള്ളിലെന്ന് ആദ്യം പറഞ്ഞു, പിന്നീട് പറഞ്ഞു 4 ആഴ്ചക്കുള്ളിൽ, അതായത് ഒരു മാസത്തിനുള്ളിൽ ഉദ്ദേശിക്കുന്ന എല്ലാ ലക്ഷ്യങ്ങളും സാധിക്കും. എന്തായിരുന്നു ലക്ഷ്യം? ഇറാൻ്റെ ആണവ കപ്പാസിറ്റി പൂർണ്ണമായി തകർക്കും, ആണവമായി 1 ഇഞ്ച് മുന്നോട്ട് പോകാനാവാത്ത രീതിയിൽ ഇറാനെ മാറ്റും. അതാണ് പ്രഖ്യാപിത ലക്ഷ്യം. 1. 2, ഇറാൻ്റെ ഭരണകൂടത്തെ മാറ്റും. ഇറാൻ ജനത ആഗ്രഹിച്ചതുപോലെ, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ജനം ആഗ്രഹിച്ചൊരു പുതിയ ഭരണകൂടം അവിടെ നിലവിൽ വരും. തങ്ങളങ്ങോട്ട് കടന്ന്, ഇതാ ഞങ്ങൾ വരുന്നു, നിങ്ങൾ സംയമനം പാലിക്കൂ, ട്രസ്റ്റ് us, ഞങ്ങളിതാ വരുന്നു എന്നാണല്ലോ ഇറാൻ ജനതയോട് അമേരിക്ക പറഞ്ഞത്. എന്നിട്ട് വന്നോ? ആകാശത്തു കൂടി വന്ന് ബോംബ് വർഷിച്ച് കടന്നുപോയി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നല്ലാതെ ഇറാൻ ജനത അന്ന് വിഘടിച്ച് നിൽക്കുകയായിരുന്നു. 2025 ഡിസംബർ മാസവും 2026 ജനുവരിയുടെ പകുതി വരെയും ഇറാൻ ജനത ഭരണകൂടത്തിനെതിരെ വലിയ പോരാട്ടത്തിലായിരുന്നു. അവരുടെ സിവിക് കമ്മ്യൂണിറ്റീസ് എല്ലാം തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഭരണകൂടം മർദ്ദക മുറയാണ് സ്വീകരിച്ചത് എന്ന ആരോപണമുണ്ടായിരുന്നു. കുറേയൊക്കെ ശരിയുമാണ്. പക്ഷെ പിന്നെന്താ സംഭവിച്ചത്? അമേരിക്കൻ അറ്റാക്ക്, ഇസ്രയേലി അറ്റാക്ക് ഗാൽവനൈസ്ഡ് ദ ഇറാനിയൻ സിസ്റ്റം. ജനം ഇപ്പോൾ ഒറ്റക്കെട്ടായി ഇറാനിയൻ ഭരണകൂടത്തിനോടൊപ്പം നിൽക്കുകയാണ്. അപ്പോൾ അമേരിക്ക അന്തിമമായി ഇപ്പോൾ കരാറിലെത്തുന്നു. അമേരിക്ക എന്താണ് പഠിക്കുന്ന പാഠം? ആരെ പുറത്താക്കണം എന്ന് ആഗ്രഹിച്ചോ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഭരണകൂടത്തോട് സന്ധി ചെയ്ത് സമാധാന കരാറിൽ ഒപ്പിട്ട് സമാധാനം സ്ഥാപിച്ച് മുഖം രക്ഷിച്ച് പിന്മാറുന്നു. അതല്ലേ സത്യം? അപ്പോൾ എന്ത് നേടി? അപ്പോൾ ഇസ്രായേൽ എന്ത് നേടി? അമേരിക്ക എന്ത് നേടി? അപ്പോൾ ഇത് ചോദ്യം എന്താണ്? ദുർബലമായി വെനിസ്വേലയെ ആക്രമിച്ചു, കീഴടക്കി. അതേ ലാഘവത്തിൽ ഏതാനും ദിവസം കൊണ്ട് ഇറാനെയും ആക്രമിച്ച് കീഴടക്കാം. എന്നിട്ട് ഇറാൻ്റെ എണ്ണ സമ്പത്തിൻ്റെ മേൽ പൂർണ്ണമായ അമേരിക്കൻ നിയന്ത്രണം കൊണ്ടുവരാം. ഇറാൻ്റെ എണ്ണപ്പാടങ്ങളൊക്കെ നിയന്ത്രിക്കാൻ അമേരിക്കൻ കമ്പനികളെ വൻതോതിൽ അവിടെ ഇറക്കുമതി ചെയ്യാം. എന്നിട്ട് അമേരിക്കയ്ക്ക് ആ പ്രദേശമാകമാനം മേധാവിത്വം പുലർത്താം എന്നൊക്കെയുള്ള മോഹം നടന്നില്ലല്ലോ. 1 ഇഞ്ച് പോലും മുന്നോട്ട് പോയില്ല. അപ്പോൾ ഇറാന് പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇറാന് നിലനിൽക്കണം എന്നതല്ലാതെ, ഇറാന് സുരക്ഷ ഉണ്ടാകണം, നിലനിൽക്കണം എന്നതല്ലാതെ മറ്റ് പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നത് ഇസ്രായേലിനും അമേരിക്കയ്ക്കുമാണ്.
ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിൻ്റെ പേര് പരാജയമെന്നല്ലേ? പരമാവധി ആശ്വസിക്കാൻ കഴിയുന്നത് സമനില എന്ന് വേണമെങ്കിൽ പറയാം. എന്തുകൊണ്ടാണ് സമനില എന്ന് അവർക്ക് പറയാൻ കഴിയുന്നത്? വേണമെങ്കിൽ പറയാം, തങ്ങളൊന്നും ചെയ്തില്ലായിരുന്നുവെങ്കിൽ, തങ്ങൾ പ്രതികരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇറാൻ ഇപ്പോൾ ആണവ ബോംബ് ഉണ്ടാക്കുമായിരുന്നു. അത് വലിയ വിപത്തുണ്ടാക്കുമായിരുന്നു. ആ പ്രദേശത്തിനാകമാനം ഇസ്രയേൽ നശിപ്പിക്കാൻ ഇറാന് കഴിയുമായിരുന്നു എന്നൊക്കെ പറയാം. അങ്ങനെ കഴിയില്ലല്ലോ. ഇസ്രയേലും ആണവശക്തിയല്ലേ. അങ്ങനെ ഏതെങ്കിലും രാജ്യത്തിന് ഇസ്രയേലിനെ അങ്ങനെ നശിപ്പിക്കാനാകുമോ? അവർക്ക് പ്രതിരോധങ്ങളില്ലേ? അവർ തിരിച്ചാക്രമണം നടത്തുമെന്നൊരു ഭീതിയില്ലേ? അതുകൊണ്ട് അതൊക്കെ ഒരു അസ്ഥാനത്താണെങ്കിൽ പോലും വേണമെങ്കിൽ വാദത്തിന് വേണ്ടി പറയാം, ഇറാൻ്റെ ഒരു ചർച്ചയിലൂടെ ഇറാൻ്റെ ആണവ പദ്ധതിയെ നിർവീര്യമാക്കാൻ, അല്ലെങ്കിൽ ഭാഗികമായിട്ടെങ്കിലും അതിനെ ഒന്ന് മാറ്റിവെപ്പിക്കാൻ, ഏതാനും വർഷത്തേക്ക് ആണവ സമ്പുഷ്ടീകരണം ഒഴിവാക്കാൻ തങ്ങൾക്ക് സാധിച്ചു. അത് നേട്ടമായി പുരപ്പുറത്ത് നിന്ന് വിളിച്ചുകൂവും. അതിലും കാര്യമില്ല. കാരണം 2015 ബറാക്ക് ഒബാമ ഇതേപോലെ ഒരു കരാർ ഒപ്പിട്ടല്ലോ, ഇറാനുമായി കരാർ ഒപ്പിട്ടല്ലോ. ആ കരാർ ഇറാൻ പാലിച്ചില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക വീണ്ടും ചന്ദ്രഹാസം ഇളക്കി ആ കരാറിൽ നിന്ന് പിൻവാങ്ങുകയും നിരന്തര ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്ത് അതിനുശേഷമാണ്. ഇപ്പോൾ കരാർ ഒപ്പിട്ടാലും നാളെ ഇത് സംഭവിച്ചു കൂടായികയില്ല. ഇവിടെ വേണ്ടത് ട്രസ്റ്റാണ്, കംപ്ലീറ്റ് ട്രസ്റ്റ് ബിറ്റ്വീൻ ദി പാർട്ട്നേഴ്സ്. അല്ലെങ്കിൽ ഈ കരാർ ഒപ്പിടുന്ന പാർട്ട്നേഴ്സിന് മധ്യേ വേണ്ടത് പൂർണ്ണമായ ചില ഉറപ്പുകളും പൂർണ്ണമായ സഹകരണവുമാണ്, വിശ്വാസമാണ് വേണ്ടത്. ഈ വിശ്വാസ തകർച്ചയിൽ നിന്നുകൊണ്ട് ഒരിക്കലും ഒരു കരാറ് നിർബന്ധപൂർവ്വം ഗൺ പോയിന്റിൽ നിർത്തി, ഡോട്ടഡ് ലൈൻ നിർത്തി ഒരു കരാർ ഒപ്പിടുന്നതിൻ്റെ മൗഢ്യം ലോകത്തിന് വെളിവാവുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഇറാൻ ആഗ്രഹിച്ച രീതിയിലാണ് പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. കൂടുതൽ അഡ്വാൻറ്റേജ് ഈ കരാർ ഇപ്പോൾ പുറത്ത് കേൾക്കുന്നത് വിശ്വസിക്കാമെങ്കിൽ ഇറാൻ്റെ ആസ്തികൾ വിട്ടുകൊടുക്കുന്നു, ഉപരോധം ഇറാൻ്റെ തുറമുഖങ്ങൾക്ക് നേരെയുള്ള നാവിക ഉപരോധം പിൻവലിക്കപ്പെടുന്നു, ഇറാൻ്റെ റീബിൽഡിങ് നടക്കുന്നു, ഇറാൻ ആഗ്രഹിച്ചതുപോലെ ലെബനനിൽ വെടിനിർത്തൽ ഉണ്ടാകുന്നു, ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നിർത്തിവെക്കുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഒരു ചെറിയ വിട്ടുവീഴ്ച എന്ന നിലയിൽ ഇറാൻ്റെ ആണവ പദ്ധതി തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയും അല്ലെങ്കിൽ അത് പൂർണ്ണമായി ഉപേക്ഷിക്കാതെ തന്നെ അതിൻ്റെ ഗ്രേഡ് കുറച്ചുകൊണ്ട് വരികയും ചെയ്തുകൊണ്ട് ആണവ പദ്ധതി തുടരാൻ ഇറാന് സാഹചര്യം ഒരുങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പൂർണ്ണമായി ആണവ പദ്ധതിയിൽ നിന്നും പിന്നോട്ട് പോകും എന്ന് ഇറാൻ ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല. കുറച്ചുകൂടെ റെസ്പോൺസിബിളായ, കുറച്ചുകൂടെ ഉറപ്പുകൾ നൽകിക്കൊണ്ടുള്ള ഒരു ആണവ പദ്ധതി ഇറാന് വേണ്ടി ഉണ്ടാവും എന്ന ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അവിടെയും ഈ നഷ്ടം സംഭവിച്ചത് അമേരിക്കയ്ക്ക് തന്നെയാണ്. ഇതൊരു ലാഭനഷ്ടങ്ങളൊരു കണക്കെടുപ്പ് മാത്രമല്ല, അതത്ര ഒബ്ജക്റ്റീവുമല്ല. ഇപ്പോൾ ഇനിയും പലപ്പോഴും എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ പലരും ഇറാൻ അനുകൂലികൾ ഉണ്ടാവാം, ഇസ്രയേൽ അനുകൂലികൾ ഉണ്ടാകാം, അമേരിക്ക അനുകൂലികൾ ഉണ്ടാകാം, അങ്ങനെ പല അനുകൂലികൾ ഉണ്ടാകാം. പക്ഷേ ഈ അനുകൂലമോ പ്രതികൂലമോ ആയ എന്തുമായിക്കൊള്ളട്ടെ, അതൊരു വികാരം മാത്രമാണ്. നമുക്ക് ഒബ്ജക്റ്റീവ് ഫാക്ട്സ് മാത്രമാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. എന്തായിരുന്നു യുദ്ധം തുടങ്ങുന്നതിന് മുൻപുള്ള സാഹചര്യം? യുദ്ധം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ യുദ്ധത്തിന് കാരണമായി പറഞ്ഞിരുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ മാറ്റം വന്നോ? എൻ്റെ ഉത്തരം ഇല്ല എന്നാണ്. ഇറാൻ അതുപോലെ നിൽക്കുന്നു. ഇറാൻ്റെ 1 ഇഞ്ച് ഭൂമി പോലും നഷ്ടപ്പെട്ടിട്ടില്ല. പോയിന്റ് നമ്പർ 1. ഇറാൻ്റെ ആണവ പദ്ധതി അതുപോലെ നിൽക്കുന്നു. ഇറാൻ്റെ തന്നെ സമ്മതപ്രകാരം വേണമെങ്കിൽ അതിനെ ഒന്ന് ക്രമീകരിച്ച് ലഘുവാക്കാൻ സാധിക്കുമായിരിക്കും. അതിനെ നേട്ടമായി വേണമെങ്കിൽ ആഘോഷിക്കട്ടെ, അമേരിക്കയോ ഇസ്രായേലോ ആഘോഷിക്കട്ടെ. 3. ഇറാന് നേരെ തുടർ ആക്രമണങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന ഉറപ്പ് ലഭിക്കുമ്പോൾ ഇറാൻ അത് വലിയ ആശ്വാസമാണ്. ഇറാന് മുന്നോട്ട് പോകാൻ കഴിയും, ഇറാൻ്റെ എണ്ണ വിൽക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ അത് വൻ നേട്ടം തന്നെയാണ്. അതിസമ്പന്നമായ രാജ്യമായി മാറും ഇറാൻ. സമാധാനം വരികയും എണ്ണ വിൽക്കാൻ കഴിയുകയും എല്ലാം ചെയ്യുമ്പോൾ ഇറാൻ വളരെ വികസിത രാജ്യമായി മാറും. അതിൽ സംശയമൊന്നുമില്ല. അത്രയ്ക്കുള്ള ആസ്തിയുണ്ട്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാന് മേലുള്ള ഉപരോധം നീക്കിയാലും അഫ്ഗാനിസ്ഥാൻ വൻ വികസിത രാജ്യമാക്കാൻ കഴിയില്ല. കാരണം അഫ്ഗാനിസ്ഥാൻ ആ രീതിയിലുള്ള തുറമുഖങ്ങളില്ല, ആ രീതിയിലുള്ള ജിയോഗ്രാഫിക്കൽ അഡ്വാൻറ്റേജ് ഇല്ല. അഫ്ഗാനിസ്ഥാനുള്ളത് ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് മാത്രമാണ്. എണ്ണ നിക്ഷേപമില്ല, ചെറിയ തോതിൽ പ്രകൃതിവാതകമോ ചില മിനറൽസോ ഒക്കെ ഉണ്ടാകും. പക്ഷേ അത് മാത്രം മതിയാവില്ല. ഇറാൻ അങ്ങനെയല്ല, വിസ്തൃതമായ രാജ്യമാണ്. മിനറൽസ് ആൻഡ് മെറ്റൽസ് ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആൻഡ് എബവ് ഓൾ ഓയിൽ, ക്രൂഡ് ഓയിൽ വൻ നിക്ഷേപമാണ്. ലോകത്തിൻ്റെ മൂന്നാം സ്ഥാനം, ഏറ്റവും അധികം എണ്ണയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്താണ് ഇറാൻ. അത് പൂർണ്ണമായി എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയുന്നില്ല പല കാരണങ്ങളാൽ. ടെക്നോളജി, ഉപരോധങ്ങൾ, വിപണന സാധ്യതയിലെ കുറവ്, ഇതെല്ലാം തന്നെ കാരണമാണ്. അവിടെ ഇറ്റ് ഈസ് അഡ്വാൻറ്റേജ് ഇറാൻ ഡെഫിനറ്റ്ലി. അപ്പം ദീർഘകാലമായി ഇറാൻ ഒരു
ഒറ്റപ്പെടലിൻ്റെ അന്തരീക്ഷത്തിലായിരുന്നു. 1979 മുതൽ പാശ്ചാത്യ ലോകവുമായി അമേരിക്കയുമായി ഉള്ള തർക്കത്തെ തുടർന്ന് 47 വർഷമായി തുടരുന്ന ഒരുതരം അപ്രഖ്യാപിത വിലക്കുകളും ഉപരോധങ്ങളും മറികടന്ന് ലോകരാഷ്ട്രീയത്തിൻ്റെ ലോകവ്യവസ്ഥിതിയുടെ മുഖ്യധാരയിൽ പ്രവേശിക്കാൻ ഇറാന് കിട്ടുന്ന അനുവാദമാണ്, അവസരമാണ്, അന്തരീക്ഷമാണ്. അതൊരു ഭാഗ്യമാണ്. ഈ യുദ്ധത്തിലൂടെ ലഭിക്കുന്നൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് അമേരിക്ക ആഗ്രഹിച്ചതെന്താണ്? ഇറാനെ തകർക്കുക, ഇറാൻ്റെ ഭരണകൂടത്തെ തകർക്കുക, പുതിയ സംവിധാനം കൊണ്ടുവരിക. നടന്നില്ല. പഴയ സംവിധാനം തുടരുന്നു. പക്ഷേ ഇറാൻ ഒരുപക്ഷെ ഇതിൽ നിന്നും ഊർജം കൊണ്ടുകൊണ്ട് തങ്ങൾക്ക് നേരെ ഉണ്ടായ ആഭ്യന്തരമായി വിദേശികൾ എന്തും പറയട്ടെ, ആഭ്യന്തരമായി തങ്ങളുടെ ഭരണകൂടത്തിനെതിരെ ഉണ്ടായ വിമർശനങ്ങൾക്ക് പരിഹാരം ആഭ്യന്തരമായി തന്നെ കണ്ടെത്താനുള്ള ഇച്ഛാശക്തി ഇറാൻ കാട്ടിയാൽ വളരെയധികം മുന്നോട്ട് പോകും. സിവിൽ റൈറ്റ്സ് അവിടെ ഉണ്ടാകണം, പ്രതിഷേധിക്കാൻ അവസരമുണ്ടാകണം, വിമർശിക്കാൻ അവസരമുണ്ടാകണം, സ്വയം തിരുത്താൻ, അകമേ നിന്നുകൊണ്ട് തിരുത്താൻ അവകാശമുണ്ടാകണം. മറ്റാർക്കെങ്കിലും കയറി ഇറങ്ങി നിറങ്ങാനുള്ള സ്ഥലം ആകരുത് ഇറാൻ. മറ്റാരുടെയെങ്കിലും സ്കീം ഓഫ് തിങ്സ് അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഇടവുമല്ല. ഇതൊരു വലിയ പാഠമാണ്. മറ്റു രാജ്യങ്ങൾ കാത്തിരിക്കുകയാണ്. എന്താണ്? വലിയൊരു ആശ്വാസമാണ് അല്ലേ? അമേരിക്ക വിചാരിച്ചാൽ ഏത് രാജ്യത്തെയും വെനിസ്വേലയെ കീഴടക്കിയതുപോലെ നിമിഷാർത്ഥം കൊണ്ട് കീഴടക്കാം എന്ന ചിന്ത അസ്ഥാനത്തായിരിക്കുന്നു. മുൻപ് വിയറ്റ്നാമിൽ ഏറെക്കാലം നീണ്ടുനിന്ന അമേരിക്കൻ അധിനിവേശം, പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന അമേരിക്കൻ അധിനിവേശം അമേരിക്ക നാണം കെട്ട് പിൻവാങ്ങേണ്ടി വന്നു. 1973 അഫ്ഗാനിസ്ഥാനിൽ ദീർഘകാലം അമേരിക്കൻ സാന്നിധ്യം ഉണ്ടായിരുന്നു, പിൻവാങ്ങേണ്ടി വന്നു. ആരെ എതിർത്തുവോ? താലിബാനെയാണ് എതിർത്തത്. അവരെ അധികാരമേൽപ്പിച്ചിട്ട് അമേരിക്കയ്ക്ക് പിൻവാങ്ങേണ്ടി വന്നു. ഇറാഖ് അമേരിക്കയുടെ ഒരു കോൺക്ലേവായി മാറി. അമേരിക്ക സൃഷ്ടിച്ച ഒരു പാവഭരണകൂടം, അമേരിക്കൻ സൈനിക പ്രസൻസ് ഉണ്ടായിരുന്നു. വിട്ടെറിഞ്ഞ് പോകേണ്ടി വന്നു. അവസാനം അത് ISISന്റെ കയ്യിലേക്ക് സിംഹഭാഗവും പോയി. പിന്നൊരു യുദ്ധത്തിലൂടെ തിരിച്ചു പിടിക്കേണ്ടി വന്നു. അപ്പം അമേരിക്ക എവിടെയാണ് പൂർണ്ണമായ യുദ്ധ വിജയങ്ങൾ നേടിയത്? അപ്പോൾ സൈനിക ബലം കൊണ്ട് മാത്രം, സാങ്കേതിക വിദ്യ കൊണ്ട് മാത്രം, ഏറിയൽ സുപ്പീരിയോറിറ്റി കൊണ്ട് മാത്രം ഒരു യുദ്ധവും ജയിക്കാനാവില്ല എന്ന് 2 തവണ തെളിഞ്ഞു. അമേരിക്ക ഇറാനിൽ സംഭവിച്ചതുപോലെ, ഇസ്രയേലിന് ഹമാസിനെതിരെയുള്ള യുദ്ധത്തിൽ ഗാസയുടെ മണ്ണിൽ സംഭവിച്ചതുപോലെ. ഇസ്രയേലിന് വിജയമാണെന്ന് കരുതുന്നവരുണ്ട്. ഗാസയെ പൂർണ്ണമായി നശിപ്പിക്കാൻ കഴിഞ്ഞു, ബിൽഡിങ്ങുകളൊക്കെ, ആളുകളെ കൊന്നൊടുക്കാൻ കഴിയുന്നു, ഒക്കെ കഴിഞ്ഞു. പക്ഷേ ഗാസയിൽ ഇസ്രയേൽ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു പൂർണ്ണമായ രൂപാന്തരം, മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ചെറിയ പ്രദേശമാണ്, 368 ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള ചെറിയ പ്രദേശം പോലും ഒരു കരയുദ്ധത്തിലൂടെ പൂർണ്ണമായി കീഴ്പ്പെടുത്താൻ ഒരു രാജ്യത്തിന്, ശക്തമായ ഇസ്രയേലിന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. എന്താണ്? ലോകത്ത് ഒരു രാജ്യവും സൈനിക ബലത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കേണ്ട കാര്യമില്ല എന്ന ഒരു സൂചന ലഭിക്കുകയാണ്. അതൊരു നല്ല കാര്യമല്ലേ? അതാണ് മറ്റൊരു ടേക്ക് അവേ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്നത് ഏറ്റവും നിർണായകമാകുന്ന കാര്യം, വേലിയിൽ കിടക്കുന്നതിനെ എടുത്ത് തോളത്ത് വയ്ക്കരുത്. വേലിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വയ്ക്കരുത് എന്ന ഒരു പ്രയോഗമുണ്ടല്ലോ, അതാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയെ എന്തിന് താവളമുറപ്പിക്കാൻ അവിടെ അവസരം കൊടുത്തു? അവസാനം എന്താ സംഭവിച്ചത്? അമേരിക്കയ്ക്ക് ഗൾഫ് രാജ്യങ്ങളെ സംരക്ഷിച്ച് നിർത്താനായില്ല. ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ, അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ തിരിയുന്നത് ഒഴിവാക്കാനായില്ല. അമേരിക്കയുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ ഗൾഫ് രാജ്യങ്ങൾ കഴിഞ്ഞില്ല, GCC രാജ്യങ്ങൾ കഴിഞ്ഞില്ല. അതിന് പ്രത്യേകമായ കാരണമുണ്ട്, നയതന്ത്രപരമായ കാരണങ്ങളുണ്ട്, സ്വയം സുരക്ഷ, അവരുടെ ഒരു വിസ്ഡം, അതെല്ലാം കൂടി തീർച്ചയായും ചേർത്ത് വായിക്കാം. പക്ഷേ എന്തിനാണ് നമുക്ക് ചില അന്യ സംരക്ഷകർ, നമ്മുടെ കാര്യം നമ്മൾ നോക്കിയാൽ പോരെ, ഗൾഫ് രാജ്യങ്ങൾ മാറി ചിന്തിക്കില്ലേ? ഇതിൽ നിന്നുള്ള വലിയ ടേക്ക് അവേ ആയി ഞാൻ കാണുന്നത്, ദ ഗൾഫ് കൺട്രീസ്, എസ്പെഷ്യലി UAE, ഒമാൻ, ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ, കുവൈറ്റ് വിൽ തിങ്ക് ഡിഫറൻ്റ്ലി ഇൻ ദ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം. ഇപ്പോഴല്ല, കുറേ കഴിയുമ്പോൾ മാറി ചിന്തിക്കും. അമേരിക്കയ്ക്ക് ഇനി വൻതോതിൽ താവളങ്ങളൊക്കെ ഒരുക്കി തങ്ങൾ എന്തിന് തങ്ങളുടെ പ്രദേശം വീണ്ടും കലാപകലുഷിതം, യുദ്ധഭൂമി ആക്കി മാറ്റണം? അതുകൊണ്ട് ഇനി രാജ്യങ്ങൾ ഫോറിൻ മേഴ്സണറീസ്, ഫോറിൻ മിലിഷ്യ, ഫോറിൻ പ്രൊട്ടക്ടേഴ്സ്, ഫോറിൻ താവളങ്ങൾ, ഇതൊന്നും സ്വന്തം രാജ്യത്ത് ഇല്ലാതെ അവനവനെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ ചില ഡിഫൻസ് പാക്റ്റുകളിൽ ഏർപ്പെടുക. താവളം വേണ്ട ആവശ്യമില്ല. സുരക്ഷാ ഉടമ്പടിയിൽ ഒപ്പുവെക്കാം. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ചില സുരക്ഷാ ഉടമ്പടികൾ ഒപ്പുവെച്ചു. അങ്ങനെയൊക്കെ ആകാം. ഏത് രാജ്യത്തിനും മറ്റൊരു രാജ്യവുമായി സുരക്ഷാ ഉടമ്പടി, സൈനിക ഉടമ്പടിയിൽ എത്തിച്ചേരാൻ സാധിക്കും. പക്ഷേ അവിടെ താവളങ്ങൾ ഒരുക്കിക്കൊണ്ട്
അതിനർത്ഥം എന്താ? ഇറാനെ ശത്രുവായി പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം എന്ന മട്ടിൽ അമേരിക്ക താവളം ഒരുക്കിയത് വലിയ ഒരു പ്രശ്നമായി മാറി. ഇതില്ലായിരുന്നുവെങ്കിൽ ഇറാൻ, ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, ഇറാൻ ഒരിക്കലും ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കില്ലായിരുന്നു. ഇറാനെ അമേരിക്ക ആക്രമിച്ചില്ലായിരുന്നു എങ്കിലും, അമേരിക്കൻ താവളങ്ങൾ ഗൾഫ് മേഖലയിൽ ഇല്ലായിരുന്നു എങ്കിലും ഇറാൻ, സൗദി ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങളെ ആക്രമിക്കാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അവരുടെ ആരുടെയും ഭൂമി പിടിച്ചെടുക്കാൻ ഇറാൻ ശ്രമിച്ചില്ലല്ലോ. ഇപ്പം ദ്വീപുകളുടെ കാര്യത്തിൽ ചില തർക്കങ്ങളുണ്ട്. ഖത്തറുമായും പിന്നെ UAE-യുമായും സൗദിയുമായും ഒക്കെ ഇറാന് ചില തർക്കങ്ങളുണ്ട്. കൊച്ചു കൊച്ചു ദ്വീപുകൾ അവിടെ ഇവിടെയും ചെതറി കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് അതങ്ങനെയാണ്. ഇപ്പം ചൈനയ്ക്ക് എത്രയോ ദ്വീപുകളെ ചൊല്ലി ഇന്തോനേഷ്യയുമായും ഫിലിപ്പീൻസുമായും തൈവാനും ഒക്കെ തർക്കങ്ങളില്ലേ? അതൊക്കെ ഉണ്ടാവും. അത് മാറ്റി നിർത്തി ഒരു രാജ്യത്തെയും പിടിച്ചെടുക്കാൻ, ഇപ്പോൾ സദ്ദാം ഹുസൈൻ കുവൈറ്റ് പിടിച്ചെടുത്തതുപോലെ ഇറാൻ ഏതെങ്കിലും, ഖത്തർ അല്ലെങ്കിൽ ബഹ്റൈൻ അങ്ങ് പിടിച്ചെടുക്കും, ഒരിക്കലും ഒരു ഭയപ്പാടില്ലായിരുന്നു. അങ്ങനെ പിടിച്ചെടുക്കാൻ ഒരിക്കലും ഇറാൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, അത് മനസ്സിലാക്കിയാൽ നമുക്കറിയാം, ഇറാൻ ഒരു ആകമാന പ്രതിരോധം ഒരുക്കുന്നു. തങ്ങളെ അനുകൂലിക്കുന്ന വിഭാഗങ്ങളെ വളർത്തിയെടുത്തുകൊണ്ട്, പ്രോക്സീസ് എന്ന് പറയും, ഹൂതീസ്, ഹിസ്ബുള്ളാസ് ആൻഡ് ഹമാസ്, അവരെ വളർത്തിയെടുത്തുകൊണ്ട് ഇസ്രയേൽ എന്ന ഒരു ത്രെട്ടാണ് ഇറാൻ കാണുന്ന, ഒരു ത്രെട്ടാണ്, ഒരു സിവിലൈസേഷണൽ എനിമിയായി ഇറാൻ കാണുന്ന രാജ്യമാണ്. അത് ഇറാൻ്റെ ഭരണകൂടത്തിൻ്റെ ഒരു പ്രോബ്ലമാണത്. ആ സിവിലൈസേഷണൽ എനിമിയെ ഡീൽ ചെയ്യാൻ വേണ്ടി വന്നാൽ പ്രതിരോധം ഒരുക്കാൻ വേണ്ടി വളർത്തിയെടുക്കുന്ന സാഹചര്യം, അതിനും മാറ്റം വന്നേക്കാം. അതാണ് അടുത്തൊരു പോസിറ്റീവ് ടേക്ക് അവേ. ഇപ്പോൾ പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാനും ഇസ്രയേലിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചാലും അത് വ്യാമോഹമാണ്, അതും നടക്കില്ല. ഇസ്രയേൽ ഇവിടെ നിലനിൽക്കാൻ അവകാശമില്ലേ? ഇസ്രയേൽ നിലനിൽക്കാൻ അവകാശമുള്ളത് പോലെ തന്നെ സ്വതന്ത്ര പരമാധികാര പാലസ്തീനും ഉണ്ടാവണം, അവർക്കും ഉണ്ടാകണം. അവരുടെ കൂടെ ഭൂമിയാണ് ഇന്നത്തെ ഇസ്രയേലിൻ്റെ ഭൂമി എന്ന് പറയുന്നത്. ഇസ്രയേൽ, പാലസ്തീൻ, ഹമാസിൻ്റെ കൈവശം ഉണ്ടായിരുന്ന ഗസ, പലസ്തീൻ അതോറിറ്റിയുടെ കൈവശമുള്ള വെസ്റ്റ് ബാങ്ക്, ഈ പ്രദേശവും ഇന്നത്തെ ഇസ്രയേലിൻ്റെ ഭൂമിയും എല്ലാം ചേർത്ത കനാൻ ദേശം, അത് രണ്ട് ജനതയ്ക്ക്, ഹീബ്രു ജനതയ്ക്ക്, ജൂത ജനതയ്ക്കും അറബി ജനതയ്ക്കും, പലസ്തീനിയൻസ് ഒരുപോലെ അവിടെ വസിക്കാൻ അവരുടേതായ ഇടം അടയാളപ്പെടുത്തി ഓസ്ലോ കരാറിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന ആദ്യം കൊണ്ടുവന്ന കരാറിൻ്റെ അടിസ്ഥാനത്തിലോ ഒക്കെ ഒരു വിഭജനമുണ്ടാക്കി സ്വതന്ത്ര പരമാധികാര പലസ്തീൻ ഉണ്ടാകണം. ഇതിൻ്റെ ഒരു ആവശ്യമാണ്. അതാണ് എത്ര കരാർ ഇപ്പം ചേർത്താൽ അതാണ് മറ്റൊരു ടേക്ക് അവേ. ഇപ്പം എല്ലാം കരാർ ഒപ്പിടുന്ന ഒരു തിരക്കിലാണ്. പക്ഷേ അടിസ്ഥാന വിഷയമായ പാലസ്തീൻ, ആ പാലസ്തീൻ വിഷയം നിന്ന് പുകഞ്ഞു നിൽക്കുന്നിടത്തോളം കാലം ശാശ്വത സമാധാനം ഉണ്ടാവില്ല എന്നുകൂടി ലോകം ഈ സമയത്ത് ഓർക്കേണ്ടതാണ്. അടിസ്ഥാന വിഷയം പരിഹരിക്കാനുള്ള ഒരു ശ്രമമാണ് ഇനി ഉണ്ടാകുന്നത്. ഇപ്പോൾ താൽക്കാലിക വെടിനിർത്തൽ, താൽക്കാലിക കരാർ, ഇനി ആ 2 മാസം കഴിയുമ്പോൾ അന്തിമ കരാർ, അതിനുശേഷം വരേണ്ടത് പാലസ്തീൻ വിഷയത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകാനുള്ള സമഗ്രമായൊരു കരാറാണ്. അവിടെ ഇസ്രായേൽ വിശ്വസിക്കണം തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി മാത്രമേ തങ്ങൾക്കുള്ളൂ. പലസ്തീൻ ജനത വിശ്വസിക്കണം തങ്ങൾ ഇസ്രായേലിനോടൊപ്പം അധിവസിക്കാൻ, സഹവസിക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അതാണ് സത്യം. അതുകൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യത്തെ അംഗീകരിക്കണം, തങ്ങളെ ഇസ്രായേലും അംഗീകരിക്കണം. അവിടെ സമാധാനമുണ്ടാകും. അല്ലാതെ ഇസ്രായേലിൻ്റെ എക്സ്പാൻഷനിസ്റ്റ് പോളിസി പാലസ്തീൻ മണ്ണിലേക്ക്, അത് ഗാസയുടെ മണ്ണിലേക്കാകട്ടെ, ഈ വെസ്റ്റ് ബാങ്കിൽ ഒരുപാട് അധിനിവേശം നടക്കുന്നു, ഇസ്രായേലി സെറ്റിൽമെൻറ്റ്സുകൾ. ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഒരു പരിണിത ഫലം ഇതാണ്. ഇസ്രായേൽ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷനിസ്റ്റ് പോളിസി കുറച്ചുകൂടി ഫർദർ ചെയ്തു. ഗോലാൻ കുന്നുകൾ ഇതിനിടയിൽ ഒരു സിംഹഭാഗവും പിടിച്ചെടുത്തു. അതിനിടയിൽ ലെബനൻ്റെ തെക്ക് ഭാഗം, ലിറ്റനി നദിയുടെ തെക്ക് ഭാഗത്തുള്ള 10% ലെബനൻ്റെ മണ്ണ് പിടിച്ചെടുത്തു. അവിടെ ഇസ്രായേലി സൈന്യങ്ങളാണ് ഇപ്പോൾ അരങ്ങ് വാഴുന്നത്. ഇതെല്ലാം തുടരാനാണ് സാധ്യത. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഇടയിലും ലേശം ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ ഇസ്രായേൽ സാധിച്ചെടുത്തു. അപ്പോൾ ഓരോ യുദ്ധവും ഓരോ സംഘർഷവും ഒരു സാധ്യതയായി ഇസ്രായേൽ കാണുമ്പോൾ അത് ശാശ്വതമല്ല, ശാശ്വത സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഇറാന് പ്രോക്സികളെ വീണ്ടും നട്ടുനനച്ച് വളർത്തേണ്ടി വരും. അപ്പോൾ ആ സാഹചര്യമാണ്. പ്രോക്സികൾ അതൊട്ടും ആശാസ്യമായ കാര്യമല്ല. ഇറാൻ്റെ കാര്യം നോക്കുക. ഹിസ്ബുള്ള, ഹൂതീസ് അവർ സമാധാനമായി നിൽക്കുന്നെങ്കിൽ ഒരു സാമൂഹ്യ സംഘടന എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു പുരോഗമനവാദികളായ ഒരു കൂട്ടം എന്ന നിലയിൽ വേണമെങ്കിൽ ചെറുപ്പക്കാർക്ക് ഓർഗനൈസ് ചെയ്ത് നിൽക്കാം. പക്ഷേ ഇസ്രായേലിൻ്റെ സർവനാശം എന്ന പദ്ധതിയുമായി നിന്നാൽ ഇസ്രായേലിനെ അംഗീകരിക്കാതെ നിൽക്കാനാവില്ല. അവർ ഇസ്രായേലിനെ അംഗീകരിക്കണം. അതേപോലെ തന്നെ ഇസ്രായേൽ അവർക്കെതിരെ നിരന്തര ആക്രമണം നടത്തുന്നത് നിർത്തിവെക്കണം. പലസ്തീൻ എന്ന രാജ്യം സ്വായത്തമായാൽ പിന്നെ എന്ത് ഹിസ്ബുള്ള, പിന്നെ എന്ത് ഹമാസ്, എന്ത് ഹൂതി, എന്താണ്? അതിനൊന്നും ആവശ്യമില്ലല്ലോ. ഇത് മനസ്സിലാക്കണം. ഇതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ടേക്ക് അവേ. അതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു, ലോട്ട്സ് ഓഫ് ലെസൺസ് ദ വേൾഡ് ലേൺഡ് ഫ്രം ദിസ് കോൺഫ്ലിക്റ്റ്.
ഒന്നാമത്തേത്, ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തെ പൂർണ്ണമായി പരാജയപ്പെടുത്താനാവില്ല. കരയുദ്ധത്തിൽ ഒരു വിജയവും ആർക്കും ഉണ്ടാവില്ല. കരയുദ്ധത്തിലേക്ക് പോലും പ്രവേശിച്ചില്ല. അമേരിക്കയുടെ ഒരൊറ്റ സൈനികനും ഇറാന്റെ മണ്ണിൽ കാല് കുത്തിയില്ല. ഇറാന്റെ ഭരണകൂടം അവിടെ നിൽക്കുന്നു, അതേപോലെ നിൽക്കുന്നു. അതുകൊണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും, ആര് യുദ്ധത്തിന് വേണ്ടി ചാടിപ്പുറപ്പെട്ടോ അവരുദ്ദേശിച്ച ഒന്നും തന്നെ നടന്നില്ല. നടന്നു എന്ന് പറയുന്നത് ചെറിയൊരു ആശ്വാസത്തിന് പറയാം. ആണവ പദ്ധതിയിൽ നിന്നും ഇറാൻ ലേശം പിൻവാങ്ങിയിരിക്കുന്നു എന്ന് ഭംഗ്യാന്തരേണ പറഞ്ഞുകൊണ്ട്, എന്നാൽ ഇറാൻ എന്ന രാജ്യം ശക്തമായി തന്നെ അവിടെ നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് ലോകം മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ഇത് വിജയപരാജയങ്ങളായി കരുതരുതേ എന്ന് ഇറാനെ പിന്തുണയ്ക്കുന്നവരും അമേരിക്കയെ പിന്തുണയ്ക്കുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്തുണച്ചോളൂ, കുഴപ്പമില്ല. ഇസ്രായേലിനെ പിന്തുണച്ചോളൂ, ആരെ വേണേലും പിന്തുണച്ചോളൂ. പക്ഷേ ഇത് ലോക സമാധാനത്തിൻ്റെ വിഷയമാണ്. നമുക്കെതിരെ തന്നെ തിരിഞ്ഞു കുത്താൻ സാധ്യതയുള്ള ഒരു വലിയ വിപത്താണ്. അത് ഒഴിഞ്ഞു പോകുന്നു എന്നതിൽ എല്ലാവരും നിശ്വാസങ്ങൾ ഉതിർക്കുന്നു. നാളെ രാജ്യങ്ങൾ സാഹസത്തിന് ചാടി പുറപ്പെടാതെ, റഷ്യ ഉക്രൈന് നേരെ സാഹസത്തിന് ഇറങ്ങിയതുപോലെ ഇപ്പോഴും അവിടെ കിടക്കുന്നതേ ഉള്ളൂ. ഉക്രൈൻ പരാജയപ്പെട്ടിട്ടില്ല, റഷ്യ പൂർണ്ണമായി ഉക്രൈനെ പിടിച്ചെടുത്തിട്ടുമില്ല, അതങ്ങനെ നിൽക്കുന്നു. ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തിന് നേരെ കുതിര കയറാൻ ഇടവരാതിരിക്കട്ടെ. ആ പാഠങ്ങളൊക്കെ അമേരിക്ക പഠിച്ചതുപോലെയുള്ള പാഠങ്ങൾ ലോകരാജ്യങ്ങൾ പഠിക്കട്ടെ. സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നത് സ്വയം പ്രതിരോധത്തിന് മാത്രമാകട്ടെ. ഭൂമി പിടിച്ചെടുക്കാനും തങ്ങളുടെ ലക്ഷ്യങ്ങൾ മറ്റൊരു മേഖലയിൽ നടത്തിയെടുക്കാനും തങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ ലോകത്തിൻ്റെ മറ്റൊരു അറ്റത്ത് പോയി നേടിയെടുക്കാനും ലോകരാജ്യങ്ങൾ ശ്രമിക്കാതിരിക്കട്ടെ. ശ്രമിച്ചാൽ കൈ പൊള്ളും എന്ന്, മുഖം നഷ്ടപ്പെടും എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.